ഹായ് ഹലോ അസ്സാം വലൈക്കും. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറി റെസിപ്പിയാണ്. ചപ്പാത്തിക്കോ നെയ്ച്ചോറിനെല്ലാം നല്ല രസമുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു കടായി നന്നായി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കാം. മീൻ കറിക്കെല്ലാം വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ ടേസ്റ്റ്. പിന്നെ മൺചട്ടി ആയാൽ അതും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ ചട്ടിയില്ല. പിന്നെ 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്താൽ കറിക്ക് നല്ലൊരു മണം ഉണ്ടാവും. പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞെടുക്കുക. ചോപ്പ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ എല്ലാം കൂടി നന്നായി വഴറ്റി കൊടുക്കുക. ഈ സമയം നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ രണ്ടും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം നന്നായി ഇളക്കുക. എല്ലാം കൂടി ഒന്ന് പച്ചമണം മാറി ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് തക്കാളി ഒരു തക്കാളിയെ ഞാൻ എടുത്തിട്ടില്ലൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എടുക്കാം. ഒരു തക്കാളി മിക്സി ബ്ലെൻഡറിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള സ്പൈസ് പൗഡേഴ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഉള്ളിയും വെന്ത സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതുപോലെ തന്നെ സ്പൈസ് പൗഡേഴ്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പൗഡേഴ്സിൻ്റെ പച്ചമണം മാറുന്നത് വരെയും വഴറ്റി കൊടുക്കാം. അതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. പച്ചമാങ്ങ ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പം പുളി നല്ല കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിയെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നാവുന്ന വെള്ളം വരും അല്ലേ. അപ്പം ഞാനിത് വെള്ളത്തിൽ സോക്ക് ചെയ്യുന്ന സമയത്ത് കുറേ പുളിയെല്ലാം കഴിച്ചു കിട്ടാം. അതിന് ശേഷം കുറച്ചുണ്ടായ പുളി ഞാൻ കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനിപ്പം ഒരു ഗ്ലാസ്, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഗ്രേവി നന്നായി തിളക്കുന്ന സമയത്ത് ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവിൻ്റെ ഓയിൽ ഒന്ന് മുകളിലേക്ക് വരണം. ആ സമയം വേണം ഫിഷ് ചേർത്ത് കൊടുക്കാൻ. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ തന്നെ ഈ കറി വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് 2 ദിവസത്തേക്ക് കറി ഒപ്പിച്ച് കൊണ്ടുപോകണം. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കുറച്ചും കൂടെ കറി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, നല്ലവണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി തേങ്ങ കുറച്ച് വലിയ ജീരകം ഇട്ടിട്ട് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മളെ ചെമ്മീൻ മുളക് കറിയില്ലേ, അത് നല്ലോണം തിളക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മുളക് കറിയായിട്ട് കൂട്ടാൻ. പിന്നെ പിറ്റേന്നത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലെയിനായി തേങ്ങാപ്പാലും ജീരകവും അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വറ്റണം കേട്ടോ. കറിൻ്റെ ഓയിൽ ഒന്ന് മുകളിലേക്ക് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്, താങ്ക് യു.